ചാവോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ യൂണിവേഴ്സിറ്റിയിലാണ്, പോളിടെക്നിക് ഓഡിറ്റോറിയം. ആക്ച്വലി ഇന്നിവിടെ ഒരു ജോബ് ഫെയർ നടക്കുന്നുണ്ടായിരുന്നു. ജോബ് ഫെയർ PMI എന്ന് വന്നിട്ട് എല്ലാ സെമസ്റ്ററിലും ഇവിടെ ഇങ്ങനെ ഒരു ജോബ് ഫെയർ ഉണ്ടാവാറുണ്ട്. സോ കമ്പനീസിൽ നമുക്ക് എന്താ CV ഡിസ്കസ് ചെയ്യാം, അവർക്കുള്ള ഓപ്പൺ പൊസിഷൻസ് അവർ പറയും. അപ്പോൾ അതിന് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇന്റേൺഷിപ്പ്, തീസിസ് അങ്ങനത്തെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഒന്നും അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ ഞാനത് അങ്ങനെ കണ്ടിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നതല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു കമ്പനീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫെമിലിയറൈസ് ആവാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ കമ്പനിയുടെയും റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് അപ്ലൈ ചെയ്യാണ്ട് അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്നനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്ലേസ്ഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ജോബ് ഫെയർ. ബിക്കോസ് ഓരോ കമ്പനിയും എന്തിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് അവർക്ക് എങ്ങനത്തെ കാൻഡിഡേറ്റ്സിനെയാണ് വേണ്ടതെന്നൊക്കെ അവർ പറയും. നമുക്കും വേണമെങ്കിൽ അതിനനുസരിച്ച് നെക്സ്റ്റ് ടൈം നമ്മളുടെ എന്താ പറയുക ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നോളജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ജോബ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്തായാലും നമുക്ക് ജോബ് ഫെയറിലേക്ക് പോവാം. രജിസ്ട്രേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് അവരൊരു ബുക്ക്ലെറ്റ് തരും. അതിൽ വരുന്ന കമ്പനീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ജോലി അന്വേഷിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവൊന്നും ഇല്ലാന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ശരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ജോലി അന്വേഷിക്കൽ എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരു ടയറിങ് പ്രോസസ്സാണല്ലേ. നാട്ടിൽ വെച്ചും ഞാൻ ഇതേപോലെ കുറേ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്താണ് ഇവിടെ എത്തിയത്. ഇത്തവണ എനിക്ക് പക്ഷേ ജോലി അല്ലായിരുന്നു, എനിക്കൊരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ തീസിസ് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു ആവശ്യം. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ചുപോയി.